കുഞ്ഞുങ്ങളെ, ക്ലോക്ക് എന്ന ചാപ്റ്ററിലെ ചോദ്യമാണ്. 150 ഡിഗ്രി സഞ്ചരിക്കാൻ മിനിറ്റ് സൂചിക്ക് എടുത്ത സമയം കൊണ്ട് മണിക്കൂർ സൂചി എത്ര ഡിഗ്രി സഞ്ചരിക്കുന്ന? അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ രണ്ടുപേരെയും പറ്റി ഇവിടെ പറയുന്നുണ്ട്. മിനിറ്റ് സൂചിയെ പറ്റിയും പറയുന്നു, മണിക്കൂർ സൂചിയെ പറ്റിയും പറയുന്നു. അപ്പം നമുക്ക് ഓരോരുത്തരെയായിട്ടൊന്ന് ഡീൽ ചെയ്താലോ? ആദ്യം മിനിറ്റ് സൂചിയെ പറ്റി എന്താ പറയുന്നേ? മിനിറ്റ് സൂചി എന്നയാൾ 150 ഡിഗ്രി സഞ്ചരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ആ 150 ഡിഗ്രി സഞ്ചരിക്കാൻ മിനിറ്റ് സൂചിക്ക് എടുത്ത സമയം കൊണ്ട് മണിക്കൂർ സൂചി എത്ര സഞ്ചരിച്ചു? അങ്ങനെയാണ് ചോദ്യം പോകുന്നത്. അപ്പോൾ എന്ത് കണ്ടുപിടിക്കണം? ഈ 150 ഡിഗ്രി സഞ്ചരിക്കാൻ മിനിറ്റ് സൂചിക്ക് എത്ര സമയം എടുത്തു എന്നറിയണം. അതെങ്ങനെയാ? മിനിറ്റ് സൂചി എന്നയാൾ 1 മിനിറ്റിൽ 6 ഡിഗ്രിയാണ് സഞ്ചരിക്കുന്നത്. മിനിറ്റ് സൂചി 1 മിനിറ്റിൽ 6 ഡിഗ്രിയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ 150 ഡിഗ്രി സഞ്ചരിക്കാൻ എത്ര മിനിറ്റ് എടുത്തു എന്ന് കാണാൻ 6 കൊണ്ടൊന്ന് ഹരിച്ചാൽ പോരെ? 150 ഭാഗം 6. 150 ഡിഗ്രി മിനിറ്റ് സൂചി സഞ്ചരിച്ചത് എത്ര മിനിറ്റ് കൊണ്ടാന്ന് ചോദിച്ചാൽ 25 മിനിറ്റ് കൊണ്ടാന്ന് നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. ക്ലിയർ ആണോ? ഇനി ആ ചോദ്യം എങ്ങനെയാ പോകുന്നത്? മിനിറ്റ് സൂചി എടുത്ത സമയം കൊണ്ട് മണിക്കൂർ സൂചി ഏത് സമയം? ഈ പറയുന്ന 25 മിനിറ്റ്. മിനിറ്റ് സൂചി എടുത്ത സമയം 25 മിനിറ്റ് ആണല്ലോ. ഈ 25 മിനിറ്റ് കൊണ്ട് നമ്മുടെ മണിക്കൂർ സൂചി എത്ര ഡിഗ്രി സഞ്ചരിക്കുന്ന? മണിക്കൂർ സൂചിയെ പറ്റി അറിയാവുന്ന കാര്യം എന്താ? മണിക്കൂർ സൂചി 1 മിനിറ്റിൽ 1/2 ഡിഗ്രിയാ. മണിക്കൂർ സൂചി 1 മിനിറ്റിൽ സഞ്ചരിക്കുന്ന 1/2 ഡിഗ്രിയാ. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് 25 മിനിറ്റ് കൊണ്ട് എത്ര സഞ്ചരിച്ചെന്ന്. അപ്പം എന്താ ചെയ്യുക? 25 × 1/2. 1 മിനിറ്റ് കൊണ്ട് 1/2 ഡിഗ്രി ആയതുകൊണ്ട് 25 മിനിറ്റിൽ എത്ര എന്നറിയാം? 25 × 1/2. 25ന്റെ പകുതി. 25ന്റെ പകുതി എത്രയാ? 12.5 ഡിഗ്രി. 25ന്റെ പകുതി 12.5 ഡിഗ്രിയാ. ക്ലിയർ ആണോ? അപ്പം 12.5 ഡിഗ്രിയാണ് നമ്മുടെ ആൻസർ. അപ്പം 2 പോയിന്റുകൾ ഇവിടെ ഓർക്കണ്ടേ. മിനിറ്റ് സൂചി എന്നയാൾ 1 മിനിറ്റിൽ 6 ഡിഗ്രിയാണ് സഞ്ചരിക്കുന്നത്. അതേ സ്ഥാനത്ത് മണിക്കൂർ സൂചി എന്നയാൾ 1 മിനിറ്റിൽ 1/2 ഡിഗ്രിയാണ് സഞ്ചരിക്കുന്നത്. ആ 2 പോയിന്റിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ ആണോ? ശരി, താങ്ക്